മാസം മുൻപെത്തിയ റിപ്പോർട്ടാണ്. യോഗേഷ് ഗുപ്ത വിജിലൻസ് തലപ്പത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ റിപ്പോർട്ട് അവിടെ ചെന്നിരിക്കുന്നത്. പക്ഷേ പ്രത്യേക സമയത്ത് അത് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. എന്താണ് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആരോപണം? എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കിയത്? സജോ ദേവസ്വൻ, സജോ, ഈ പദ്ധതിക്ക് എങ്ങനെ പണം കണ്ടെത്തി എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അത് വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്ന് പറയുമ്പോൾ ഈ പദ്ധതി എങ്ങനെയാണ് നടപ്പാക്കിയത് എന്ന് അവർ വിശദീകരിക്കുന്നത്. പ്രവാസികളും വ്യവസായികളും സന്നദ്ധ സംഘടനകളും കാരുണ്യ പ്രവർത്തകരുമൊക്കെ ഈ പദ്ധതിയുമായി സഹകരിക്കുമ്പോൾ ഇത് ഗുണഭോക്താക്കളുടെ പട്ടിക ആദ്യം തയ്യാറാക്കുന്നു. ആ പട്ടിക തയ്യാറാക്കിയിട്ട് അവരെ സ്പോൺസർമാർക്ക് പരിചയപ്പെടുത്തി സ്പോൺസർമാരും ഈ വീട് നഷ്ടപ്പെട്ടവരും തമ്മിൽ നേരിട്ടൊരു ലിങ്ക് ഉണ്ടാവുകയാണ്. അതിന് അവരെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് മാത്രമാണ് പുനർജനി പ്രവർത്തിച്ചതെന്നാണ്, പാലമായി പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരു പടം പോലും പുനർജനി കൈപ്പറ്റിയിട്ടില്ല എന്നതാണ് അവിടെ നിന്നും ലഭിക്കുന്ന വാദം. ഇതിനെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് സജോ? സ്മൃതി, ഇക്കാര്യത്തിൽ കോൺഗ്രസ് പറയുന്നത്, അതായത് യഥാർത്ഥത്തിൽ ഇത് പ്രളയ പുനർനിർമ്മാണമാണ്. അതിനുവേണ്ടി വിവിധങ്ങളായ സന്നദ്ധ പ്രവർത്തനങ്ങൾ നാട്ടിലെമ്പാടും നടക്കുന്നുണ്ട്. സമാന രീതിയിലുള്ളൊരു സന്നദ്ധ പ്രവർത്തനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ കോൺഗ്രസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ വീടുകൾ, മറ്റ് ധനസഹായം എന്നിവയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം ഉണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട തെളിവ് എന്ന നിലയ്ക്ക് നേരത്തെ പരാതിക്കാർ അടക്കം പലതവണ ചൂണ്ടിക്കാണിച്ചതാണ്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത് നിൽക്കുമ്പോൾ അതിൽ CBI അന്വേഷണ ശുപാർശയും വരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, അതായത് പ്രതിപക്ഷ നേതാവിന്റെ അഭ്യർത്ഥന വീഡിയോ ആണല്ലോ ഒരു പ്രധാനപ്പെട്ട തെളിവായി പറയുന്നത്. അതൊരു അഭ്യർത്ഥന തെറ്റാവുകയില്ല എന്നതാണ് പറയുന്നത്. അതായത് ഒരു സഹായധനത്തിന് വേണ്ടി, സഹായം നൽകുന്നതിന് വേണ്ടി ഒരു അഭ്യർത്ഥന മാത്രമാണ് ഉള്ളത്. അത് എന്തെങ്കിലും തരത്തിലുള്ള തെളിവായി മാറുകയില്ല. ധനസമാഹരണം അവിടെയുള്ള പലതരത്തിലുള്ള സ്പോൺസർമാരെ കണ്ടെത്തുന്നു. ആ സ്പോൺസർമാർ നേരിട്ട് ഈ സഹായം ആവശ്യമുള്ളവർക്ക് സഹായം നൽകുന്നു. അതിനിടയിൽ ഒരു ബ്രിഡ്ജായി നിൽക്കുന്നു എന്നാണ് ഒരു കാര്യം. നേരിട്ട് പുനർജനി ഈ പണം കൈപ്പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു അനുമതി, അതായത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റിലെ സ്വകാര്യ സന്ദർശനം എന്ന് പറയുന്നു, അതല്ലാതെയുള്ള കേന്ദ്ര സർക്കാർ അനുമതി, ഇങ്ങനെയുള്ള അനുമതിയുടെ ആവശ്യമില്ല. കാരണം നേരിട്ട് പുനർജനി ഈ പണം കൈപ്പറ്റുന്നില്ല. പകരം അതിന് മറ്റൊരു NGO യാണ് ഈ പണം കൈപ്പറ്റുക, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വരിക. അതുകൊണ്ട് FCRA ചട്ടലംഘനം നേരിട്ട് പ്രതിപക്ഷ നേതാവിൽ ആരോപിക്കുന്നത് ശരിയല്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഒരു പൊതുപ്രവർത്തകനെതിരെ ഉന്നയിക്കാവുന്ന ധനസമാഹരണം അത് ഏത് നിലയ്ക്ക് അതിന്റെ വിതരണമുണ്ടായി, അത് ചെലവഴിച്ചു എന്നതാണ്. അതിവിടെ വരുമ്പോൾ ഈ കാര്യത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് പൊതുഖജനാവിന് നഷ്ടമുണ്ടാകുന്ന വിധത്തിലുള്ള എന്തെങ്കിലും കാര്യം, അതാണ് ആദ്യഘട്ടത്തിൽ വിജിലൻസിലും ആശയക്കുഴപ്പം ഉണ്ടാക്കിയത്. പൊതുഖജനാവിലേക്ക് ഈ പണം സ്വീകരിക്കുകയോ അത് ചെലവഴിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പൊതുഖജനാവിന് എന്തെങ്കിലും നഷ്ടമുണ്ടാക്കിയിട്ടില്ല. മറ്റൊന്ന്, FCRA ചട്ടലംഘനത്തിന്റെ കാര്യമാണ്. അത് മറ്റൊരു NGO നേരിട്ട് ഈ പണം സ്വീകരിച്ചിട്ടേ ഇല്ല, ഒരു NGOയിലേക്ക് വരികയാണ്. അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരിശോധിക്കാവുന്നതാണ്.